സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആഭിമുഖ്യത്തിലുള്ള ആഗോള അയ്യപ്പ സംഗമവുമായി സർക്കാരിന് മുന്നോട്ട് പോകാമെന്ന് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നു. ഹൈക്കോടതി വിധിയിൽ ഇടപെടാനില്ല എന്നുള്ളതാണ് സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ മാസം 20-ാം തീയതി, അതായത് 3 ദിവസത്തിനകമാണ് പമ്പയിൽ വെച്ച് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്. 3000 അയ്യപ്പ ഭക്തരെ ഉൾപ്പെടെ, പ്രതിനിധികളെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരിക്കും ഈ അയ്യപ്പ സംഗമം നടത്തുക. ഇതിനോടകം തന്നെ 4835-ലധികം അപേക്ഷകൾ, ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ഡെലിഗേറ്റുകളുടെ അപേക്ഷകൾ ലഭിക്കുകയും ചെയ്തു എന്ന് സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലൂടെ ആദ്യം രജിസ്റ്റർ ചെയ്തിട്ടുള്ള 3000 പേരെയായിരിക്കും ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കാളികളാക്കുക എന്നീ കാര്യവും അറിയിച്ചിട്ടുണ്ട്. കേരളത്തിന് പുറമെ ശബരിമല തീർത്ഥാടനത്തിന് വേണ്ടി പ്രധാനമായി എത്തുന്ന തമിഴ്നാട്, കർണാടക, ആന്ധ്ര മുതലായ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ള അയ്യപ്പ ഭക്തന്മാരും ഈ സംഗമത്തിൽ പങ്കെടുക്കും. ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ വികസനം, ഒപ്പം തന്നെ ഈ ഉത്തരവാദിത്ത ടൂറിസം, ഉത്തരവാദിത്ത പിൽഗ്രിമേജ് ടൂറിസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ഇതിന്റെ ലക്ഷ്യമാണെന്ന് സർക്കാർ അറിയിച്ചിരുന്നു. ഇപ്പോൾ ദേവസ്വം മന്ത്രി VN വാസവൻ തത്സമയം നമുക്കൊപ്പം ചേരുകയാണ്. മിനിസ്റ്റർ, ഇപ്പോൾ ഹൈക്കോടതി വിധിയിൽ ഇടപെടാനില്ല, സർക്കാരിന് ആഗോള അയ്യപ്പ സംഗമവുമായി മുന്നോട്ട് പോകാം എന്ന ഗ്രീൻ കാർഡാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിലപാട് ഏറെ സ്വാഗതാർഹമാണ്. നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് അനുകൂലമായ നിർദ്ദേശങ്ങളും നിലപാടുകളുമാണ് സ്വീകരിച്ചത്. അത് ഞങ്ങൾ നേരത്തെ തന്നെ സ്വാഗതം ചെയ്തിരുന്നു. അതുകൊണ്ട് അത് തന്നെയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ഹൈക്കോടതി എടുത്ത നിലപാടിന് അനുകൂലമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയം ഏതാണ്ട് പൊതുവിൽ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രൂപത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടുള്ള കോടതി ഇടപെടലുകൾ മറ്റു രൂപത്തിലേക്കൊന്നും വരാതെ നടത്താൻ സഹായിക്കുന്ന തരത്തിലായി മാറിയിരിക്കുന്നു എന്നുള്ളത് ഈ ആഗോള അയ്യപ്പ സംഗമം മുന്നോട്ട് നടത്താൻ കഴിയുന്ന ഏറ്റവും അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു. ആ വിധി സ്വാഗതാർഹമാണ്. മിനിസ്റ്റർ, അത് സ്വാഗതം ചെയ്യുന്നതിനൊപ്പം തന്നെ ഇതിനു മുൻപേ തന്നെ, ഒരുപാട് നാളുകൾക്ക് മുൻപേ തന്നെ ഈ ഒരുക്കങ്ങളെല്ലാം തന്നെ വളരെ വേഗത്തിൽ അങ്ങയുടെ ഉൾപ്പെടെ നേതൃത്വത്തിൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഏത് ഘട്ടത്തിലെത്തി? ഇനി ദിവസങ്ങൾ മാത്രമാണല്ലോ ബാക്കി. നാളെ ഞങ്ങൾ പമ്പയിൽ കൂടി അവസാനഘട്ട വിലയിരുത്തലുകൾ നടത്തുന്നുണ്ട്. ഇതിനോടകം തന്നെ 3000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സംഘവുമാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടതെങ്കിൽ ഇപ്പൊ 5000-ൽ പരം പേർ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പൊതുവിൽ അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരത്തെ എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മുൻഗണനാക്രമത്തിലും ഒപ്പം വിവിധ സംഘടനകളുടെ പ്രതികളെ കൃത്യമായി മോണിറ്റർ ചെയ്തുമാണ് അതിന്റെ പ്രാമുഖ്യം തീരുമാനിച്ചുള്ളത്. 3000 പേരെ പങ്കെടുപ്പിക്കുക, ബാക്കിയുള്ളവർക്ക് അവസാനം വന്നിട്ടുള്ളവർക്ക് ചിലപ്പോൾ പങ്കെടുക്കാൻ കഴിയാതെ വരും. ഏതായിരുന്നാലും ഒരുക്കങ്ങൾ പൂർത്തിയായി, അവർക്കെല്ലാം ഇരിക്കാനുള്ള പന്തലൊരുങ്ങി, അതോടൊപ്പം തന്നെ ഭക്ഷണത്തിനുള്ള ക്രമീകരണങ്ങളായി, ഒപ്പം 3 സെഷനിലായി നടക്കുന്ന സെമിനാറുകൾ അവതരിപ്പിക്കേണ്ട വിഷയങ്ങളായി അതിന്റെ മോഡറേറ്റർമാരെ തീരുമാനിച്ചു. പൊതുവിൽ എല്ലാ തയ്യാറെടുപ്പുകളും വിപുലവും വിശാലവുമായ രൂപത്തിൽ, കുറ്റമറ്റ രൂപത്തിൽ അത് സംഘടിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളുണ്ട്. പമ്പയിലാണ് സംഗമം നടക്കുന്നത്. സംഗമത്തിന് ശേഷം ദർശനത്തിന് പോകാൻ താല്പര്യമുള്ളവർക്ക് തലേദിവസമോ പിറ്റേ ദിവസമൊക്കെ പോകാനുള്ള സൗകര്യം ഉറപ്പാക്കും. ഇങ്ങനെയാണ് പൊതുവിൽ സംഗമം ഏറ്റവും ഭംഗിയായി വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള എല്ലാ തയ്യാറെടുപ്പുകൾക്കും അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. മിനിസ്റ്റർ, ഒരു കാര്യം കൂടി, 38,500 ചതുരശ്ര അടി വലിപ്പമുള്ള വലിയ പന്തലാണല്ലോ ഇതിനുവേണ്ടി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഈ പന്തൽ പണി ഇന്ന് പൂർത്തിയാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. നാളെയാണല്ലോ അത് ഈ പരിപാടിക്ക് വേണ്ടി കൈമാറുക, അല്ലേ? അതെ, നാളെ ഞങ്ങൾ രാവിലെ തൊട്ട് പമ്പയിലുണ്ടാവും. ഉച്ചയ്ക്ക് വാർത്താ സമ്മേളനം ഉണ്ട്. അതിനു മുമ്പ് ഞങ്ങൾ ഇരുവരും നടത്തുന്ന പ്രവർത്തനങ്ങളുടെ പൊതുവായ അവലോകനം ഉണ്ടാവും. അപ്പൊ അവിടെ വെച്ച പന്തലൊക്കെ അവർ കൈമാറാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള പ്രധാനപ്പെട്ട വേദിയും അതോടൊപ്പം സെമിനാറുകൾക്കുള്ള പ്രത്യേക വേദി, ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യങ്ങൾ, ഇതെല്ലാം കൃത്യമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. വന്നിരുന്ന മുഴുവൻ പ്രതിനിധികൾക്കും ഭക്ഷണമെല്ലാം ക്രമീകരണം ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പുകളും ഇന്ന് വൈകുന്നേരം അവിടെ അതിന്റെ പ്രത്യേക ഒരുക്കങ്ങൾ പൂർത്തിയായി പരിശോധിക്കാൻ ദേവസ്വം ബോർഡ് ഭാരവാഹികളോട് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളുമായിട്ടുണ്ട് എന്നാണ് പൊതുവിൽ സൂചിപ്പിക്കാറുള്ളത്.
മിനിസ്റ്റർ, ഒറ്റ കാര്യം കൂടി അവസാനമായി. അയ്യപ്പ ഭക്തരായി വരുന്നവർ മലയാളികളെക്കാൾ ഉപരി അല്ലെങ്കിൽ അത്രത്തോളം തന്നെ വലിയ അളവിൽ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന്, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും, ഇന്ത്യയുടെ പുറത്തു നിന്ന് വരുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് കർണാടക, തമിഴ്നാട്, ആന്ധ്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന്. അപ്പോൾ ഈ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്രത്തോളം ആളുകൾ ഉണ്ട് എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ടോ? ഉണ്ട്, കൃത്യമായി. കാരണം നമുക്ക് നേരത്തെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഭക്തജനങ്ങൾ ഉൾപ്പെടെയാണ് നമുക്ക് ഈ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അവരുടെ എല്ലാം പേരും അഡ്രസ്സും, അവർ ഏത് സംസ്ഥാനത്ത് നിന്ന് വരുന്നു, ഏത് സ്വഭാവക്കാരാണ്, ഇതെല്ലാം സംബന്ധിച്ച ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ പൊതുവിൽ യഥാർത്ഥത്തിൽ നാളത്തെ അയ്യപ്പ സംഗമം, നാളെ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ വരുന്നവർ പുതിയ ആളുകളല്ല. അവരെല്ലാം ദർശനത്തിന് മുമ്പ് വന്നിട്ടുള്ള തീർത്ഥാടകരും വിവിധ തരത്തിലുള്ള സംഘടനകളൊക്കെ റെപ്രസെന്റ് ചെയ്ത്. ഇപ്പോ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഉണ്ട്, യോഗ കേരള സഭയിലെ മെമ്പർമാരുണ്ട്, അതുപോലെ വിവിധ സ്ഥലങ്ങളിലെ അയ്യപ്പ സേവാ സംഘത്തിന്റെ പ്രതിനിധികളുണ്ട്, ചില ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിനിധികളുണ്ട്, കേരളത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ വരുന്ന സംഘമായി ചേരുന്ന കൂട്ടരുണ്ട്. അങ്ങനെ അവരെല്ലാം നമ്മൾ അത്തരത്തിൽ തന്നെ സംഘടനകളും നോക്കി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. വളരെ നന്ദി. ദേവസ്വം മന്ത്രി വി.എൻ. വാസവനാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്തിരിക്കുന്നത്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. നാളെ 38,500 ചതുരശ്ര അടി വലിപ്പമുള്ള പന്തൽ സർക്കാർ ഏറ്റെടുക്കും, അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യപ്പെടും എന്ന കാര്യം കൂടി മന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. വളരെ നന്ദി മിനിസ്റ്റർ പ്രതികരിച്ചതിന്.